പ്രകൃതി രമണീയതയുടെ മനോഹാരിത നുകർന്നങ്ങനെ നിൽക്കുന്ന നിമിഷങ്ങളെ അത്യധികം അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ട് അങ്ങേയറ്റം വൃത്തികെട്ടൊരു നാറ്റം മൂക്കിലടിച്ചു കയറിക്കൊണ്ടിരുന്നു. വെള്ളത്തിന്റെ കളകളാ ശബ്ദത്തിൽ നിന്നും കാതുകളോ, പ്രകൃതി സൗന്ദര്യത്തിൽ നിന്നും കണ്ണുകളോ, എന്തിന് ആ അന്തരീക്ഷത്തിന്റെ മനം മയക്കുന്ന ശാന്തതയിലും കുളിർമയിൽ നിന്നും മനസ്സും ശരീരവും പോലും മോചിതരാകാൻ തയ്യാറാകാതിരുന്നിട്ടും ഇനിയൊരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് മൂക്കും തലച്ചോറും കട്ടായം പറഞ്ഞു. എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം എന്ന ആശയത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ട് വാശിപ്പുറത്തോ പരസ്പരം മത്സരിച്ചോ അപ്പയിട്ട് കൂട്ടുന്ന സാമൂഹിക വിരുദ്ധർ ടൂറിസം മേഖലയ്ക്ക് തന്നെ വലിയൊരു വെല്ലുവിളിയാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടം വിട്ടു പോരേണ്ടി വന്നു. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഏരിയ. ഇങ്ങോട്ടുള്ള പടികളൊക്കെ കാണാൻ പറ്റാത്തത്ര തരത്തിൽ പുല്ലുകളൊക്കെ നിറഞ്ഞു കിടന്നിരുന്നു. ആളുകൾ അപകടകരമായ രീതിയിൽ ഇവിടേക്ക് എത്തിപ്പെടേണ്ട അവസ്ഥയാണ്. ഇവിടുന്ന് കുറച്ച് മാറി വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ടവിധം കൈകാര്യം ചെയ്താൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം തന്നെയാണിത്. സുരക്ഷാ ജീവനക്കാരെയൊക്കെ വെച്ച് അത്യാവശ്യ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടി മുന്നോട്ട് പോയാൽ സംഭവം അടിപൊളിയാകും.